ഈ പിശാചിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അടിസ്ഥാന സത്യങ്ങളാണ് പറയുന്നത്. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും എന്നാൽ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തിവലയത്തിലുമാണെന്ന് നാം അറിയുന്നു. ആത്മീയ ജീവിതത്തിൽ വളർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ആത്മീയ രഹസ്യമാണ് ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണ്, ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണെന്നും എന്നാൽ ലോകത്തിൽ തിന്മയുണ്ടെന്നും മനസ്സിലാക്കണം. ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു അരൂപിയുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത് നാം ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിലും ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു അരൂപിയുണ്ട്, ഒരു തിന്മയുണ്ട്. അതുകൊണ്ടാണ് വചനം കൂട്ടിച്ചേർക്കുന്നത് ലോകം മുഴുവനും ദുഷ്ടന്റെ ഒരു ശക്തി വലയത്തിലാണ്. ഇവിടെയാണ് ഈ സംഘടന വരുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെയാണ് യുദ്ധം വരുന്നത്. ശത്രുവുണ്ട്, ശത്രു നമ്മുടെ ചുറ്റുമുണ്ട്, ശത്രു നമ്മുടെ കൂടെയുണ്ട്, ശത്രു അതുപോലെ നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ ആത്മീയ ലോകത്തിന്റെ ശത്രു എന്റെ ചുറ്റുമുണ്ട്. ഇവിടെയാണ് സംഘടന വരുന്നത്, യുദ്ധം വരുന്നത്. അല്ലെ, ശത്രു ഉള്ളപ്പോഴേ യുദ്ധമുള്ളൂ. നിങ്ങളെടുത്ത് 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 7-8. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. ഇത് ആത്മാവിന്റെ ഉണർവിനെ കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം. എങ്ങനെയാണ് ഈ പിശാചിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുന്നത് ചോദിച്ചാൽ ഒരു വഴിയാണ് ആത്മാവിന്റെ ഉണർവ് പാലിക്കുക. ഉണർവ് വേണം. ആത്മാവ് എപ്പോഴും ഇങ്ങനെ ഉണർന്നോളം ജ്വലിച്ച്. അതിനാണ് ഈ വചനം കേൾക്കുന്നത്, എന്റെ വചനം കേൾക്കുന്നത്. ആത്മാവിനെ ജ്വലിപ്പിക്കാൻ, എന്തിനു നേരെ മരവിച്ചു പോയ ആത്മാവിന്റെ ആത്മീയ ജീവിതത്തെ ജ്വലിപ്പിക്കാനാണ് നമ്മൾ വചനം കേൾക്കുന്നത്. കാരണം വചനം ആത്മാവും ജീവനുമാണ്. പോലെ തുളച്ചു കയറുമ്പോ പ്രിയപ്പെട്ട ജീവനുണ്ടാകും. നിങ്ങൾ സമചിത്തതയോടെ ആത്മാവിന്റെ ഉണർവ് സൂക്ഷിക്കണം, പാലിക്കണം. 24 മണിക്കൂറും ആത്മാവിന്റെ ഉണർവ് സൂക്ഷിക്കണം. കാരണം എന്തുകൊണ്ട് നിങ്ങൾ ആത്മാവിന്റെ ഉണർവ് പാലിക്കണം? നിങ്ങളുടെ ശത്രുവായ പിശാച്. ശത്രു ആരാണപ്പ? കെട്ടിയവനാണോ? അല്ല. അമ്മായിയമ്മയാണോ? അമ്മായിയപ്പനാണോ? അയൽവാസിയാണോ? കേസ് കൊടുത്ത ആളാണോ? നിന്നെ ഇരുട്ടടി തന്ന ആളാണോ? ഇതൊന്നുമല്ല. നിന്നെ വഞ്ചിച്ചതോ നിന്നെ ഇവരൊന്നുമല്ല നമ്മുടെ ശത്രു. നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. ആത്മീയ മനുഷ്യ, ആത്മീയ ജീവിതത്തിൽ ഒരൊറ്റ ശത്രുവിനെ കണ്ടിട്ടാണ് നമ്മുടെ യുദ്ധം മുഴുവൻ നടക്കുന്നത്. അതിനെ വചനം വിളിക്കുന്ന പേരാണ് പിശാച്. നിങ്ങളുടെ ശത്രുവായ പിശാച്. അവനെങ്ങനെ നടക്കുന്നതെന്ന് കൂടി നോക്ക്. അലറുന്ന സിംഹത്തെ പോലെ. സിംഹം എപ്പോഴാ അലറുന്നേ? എന്തിനാ അലറുന്നേ? ഇരയെ കാണും അല്ലേ? ഇര പിടിക്കാനാ. നമ്മളൊക്കെ അവന്റെ ഇരയാന്നർത്ഥം. നമ്മളെ കാണുമ്പോ അവൻ അലറും. പിന്നെ അലറുന്ന സിംഹത്തെ പോലെ അലറാനേ പറ്റുള്ളൂ, നമ്മളെ തിന്നാൻ പറ്റുന്നില്ല, കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഒരു ആത്മീയ മനുഷ്യനെ പിശാചിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല, പിശാചിനെ അടിക്കാൻ പറ്റും.